അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള മാഗൻസിൻ്റെ 12 ഇഞ്ച് സബ് വൂഫറാണ് കേട്ടോ. നമുക്കിതിൽ 1500 വാട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഒരു 300 വാട്ട്സ് RMS വരെ നമുക്ക് കിട്ടും. കൂടാതെ നമുക്ക് 90 dB ഒക്കെ സൗണ്ട് നമുക്ക് കിട്ടുന്നതാണ്. 35 ഹെർട്സ് മുതൽ 200 ഹെർട്സ് വരെ നമുക്കിതിൽ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു സബ് വൂഫറും കൂടിയാണ്. പേപ്പറൊക്കെ വന്നിട്ട് ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള റെഡ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡസ്റ്റ് ക്യാപ്പൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. കൂടാതെ സൈഡിൽ റബ്ബർ ടൈപ്പ് കർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ എഡ്ജൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പുറകിൽ നമ്മൾ വൈറ്റ് കാണുന്ന പേപ്പറാണ് കേട്ടോ, പേപ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പേപ്പർ ഉണ്ടെങ്കിലാണ് നമുക്ക് ബേസും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ കിട്ടുകയുള്ളൂ ഫൈബറിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ വൂഫറിൽ നമുക്ക് ഡബിൾ മാഗ്നറ്റ് ഉള്ളതാണ്. കൂടാതെ നല്ല അതിൻ്റെ സ്പൈഡറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്ക്വയർ ബോക്സിലാണ് കസ്റ്റമർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്ക്വയർ ബോക്സ് ആയതുകൊണ്ട് നല്ലൊരു പഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇതാണ് ഇതിൻ്റെ എയർ ഹോൾ വന്നിട്ടുള്ളത്. അവിടെ ചെറുതായിട്ട് വെൻറ്റ് ചെയ്തിട്ട് ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെൻറ്റിങ്ങിലായിട്ട് ചെറിയൊരു എയർ ഹോളും കാര്യങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വർക്കിംഗ് കാര്യം കിട്ടുന്ന ഈ ഒരു ബോക്സിൽ നമുക്ക് ഇതിൽ കെർവ്ഡ് ഒന്നും വരുന്നില്ല, ഡയറക്റ്റ് തന്നെയുള്ള എയർ ഹോളും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ എയർ ഹോള് താഴെ വരുന്ന ഭാഗത്ത് വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ബേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എർത്ത് ചെയ്ത് കിട്ടുന്നതാണ്, നമുക്ക് കൂടുതൽ വർക്കിംഗ് കാര്യം കിട്ടുകയുള്ളൂ. അപ്പോൾ എയർ ഹോൾ താഴെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് പറയുന്നതനുസരിച്ച് നമ്മൾ മേലും താഴെയായിട്ടൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് മുകളിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെ ആകുമ്പോൾ അതിൻ്റെ ഡെപ്ത് ഒന്നും കൂടി കൂടുതൽ കിട്ടും. ബേസും കാര്യങ്ങൾ കൂടാൻ ഏറ്റവും കൂടുതൽ നമുക്ക് എർത്ത് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തുനിന്നായിരിക്കും എയർ ഹോൾ വരുന്നത് നല്ലത്. അപ്പോൾ അതേപോലെ തന്നെ സബ് വൂഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കാരണവശാലും മുകളിൽ വെക്കില്ലല്ലോ. അപ്പോൾ മേലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം കേട്ടോ, വൂഫറിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നല്ല റബ്ബർഡായിട്ടുള്ള പേപ്പറും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്കത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു വർക്കിംഗ് ഉള്ളൊരു പേപ്പർ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ JBL കൂടി ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് ചെറിയൊരു വ്യത്യാസം കാണാവുന്നതാണ് കേട്ടോ.